പ്രിയദർശൻ്റെ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നതിൽ ഓർമ്മകൾ ഓടിക്കളിക്കുന്നത് ഒരുപാട് പേര് ആരാധിക്കുന്ന പാട്ടാണ്. അതിൽ അനുപല്ലവി ഭയങ്കര രസമുള്ളൊരു 2-3 വരികളുണ്ട്. അതായത്, നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ പൊന്നിൻ പൂത്താലി തീർത്തെടുത്തു, നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വെച്ചു, എൻ്റെ ഹൃത്തിലെടുത്തു വെച്ചു. അത് ഭയങ്കര, അതായത് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചു വെച്ചത് എന്ന്, അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നി. ഞാനത് ഒട്ടും ഇഷ്ടമില്ലാതെ എഴുതിയതാണ്. കാരണം വെച്ചാൽ ആദ്യം അത് എഴുതിയത് കർക്കിടരാവിന്റെ കൽപ്പടവിൽ വന്ന് കാലം കടലാസ് തൂണി കളിച്ചു, രാവു വെളുക്കുവാൻ ചോരുന്ന കൂരയിൽ കൂനിയിരുന്നു ബാല്യം, ഇന്നും ഓർമ്മകൾക്കെന്ത് ബാല്യം എന്നാണ് ഞാൻ എഴുതി വെച്ചിരുന്നത്. അത് സിസ്റ്ററും ബ്രദറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തെടുത്തു, നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനത് എടുത്തു വെച്ചു, എന്റെ ഹൃത്തിലെടുത്തു വെച്ചു. ഇത് ഞാൻ പിന്നീട് എഴുതിയതാണ്. യഥാർത്ഥത്തിൽ ആദ്യം ആ പാട്ടിന്റെ സിറ്റുവേഷൻ സിസ്റ്ററും ബ്രദറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷെ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രിയം പറഞ്ഞു പാട്ടൊക്കെ വളരെ നന്നായിരുന്നു, പക്ഷെ സിറ്റുവേഷൻ മാറി. ഇപ്പോൾ ആ സിസ്റ്റർ ഇല്ല. പക്ഷെ ട്യൂൺ നന്നായിട്ടുണ്ട് കേട്ടോ. ആ ലിറിക്സ് താഴ്ന്ന് മാറ്റി എഴുതിയിട്ട് ഞാൻ എഴുതൂല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എനിക്ക് 4 സിസ്റ്റേഴ്സാണ്. അപ്പൊ അവര് സിസ്റ്റേഴ്സ് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പം തുടങ്ങി ഫ്രണ്ട്ഷിപ്പിന്റെ അത്ര ഹൈറ്റിൽ വളർന്നു വന്ന സഹോദരനാണ് ഞാൻ. അപ്പൊ ആ ഒരു അപൂർവമായിട്ട് കിട്ടിയ ഒരു ചാൻസിൽ എഴുതി ഇതാക്കിയതാണ്. അത്ര ഇഷ്ടത്തോടു കൂടി എഴുതിയതാണ്. എന്നനുജത്തിക്ക് പൂനിലാവിൽ നിന്ന് പൊന്നിനുടയാട തീർത്തെടുത്തു, വാനിട നക്ഷത്ര വൈഡൂര്യ രത്നത്താൽ മാല കൊരുക്കയല്ലേ എന്റെ ഓമനക്കിന്ന് ചാർത്താൻ എന്നൊക്കെയാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. അവിടെയാണിത് പ്രേമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവസാനം ഞാൻ എഴുതൂല എന്ന് പറഞ്ഞു. വഴക്കിട്ടപ്പ ഔസേപ്പ് എന്നെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് എന്നെ കൂട്ടി മരീന ബീച്ചിൽ പോയി. ഞാനിത് എഴുതുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. എഴുതൂല എന്ന് പറഞ്ഞാൽ അവർ വേറെ ആരെങ്കിലും കൊണ്ട് എഴുതിക്കുക, അല്ലെങ്കിൽ വേറെ മ്യൂസിക് ഡയറക്ടറൊക്കെ ഒക്കെ ചെയ്യും. അങ്ങനെ ഔസേപ്പ് അവിടെ ഇരുന്ന് എനിക്ക് വീണ്ടും പാടിത്തരികയും, അങ്ങനെ മരീന ബീച്ചില് കടലിന്റെ ഏതോ തിരയില് ഒഴുകി കയറി വന്ന ഒരു ഉണങ്ങിയ മരത്തിന്റെ മുകളിലിരുന്ന് ഇഷ്ടമില്ലാതെ എഴുതിയതാണ് നിന്നെ അണിയിക്കാൻ. അതാണ് അത്രയും ഹിറ്റായത്. ഈ ഔസേപ്പച്ചൻ സാർ കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ SP വെങ്കടേഷാണ്. കിടിലം പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ രാജാവിൻ്റെ മകൻ മോഹൻലാലിനും അത്തരത്തിലുള്ളൊരു മോഹൻലാലാക്കി മാറ്റുന്ന ഭയങ്കര ടേണിംഗ് ആയിട്ടുള്ള ഡെന്നിസ് ജോസഫിൻ്റെ സിനിമയാണ് അത്. ശരിക്കും അതിൽ വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമായി ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന, ഇന്നും ആൾക്കാർ ആഘോഷിക്കുന്ന ഒരു പാട്ടാണ്. ഒരുപക്ഷെ ഈ പൂങ്കാറ്റയൊക്കെ പോലെ ഫാസ്റ്റായിട്ട് പോകുന്നൊരു സ്റ്റൈലിലാണ് ഇതും ചെയ്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു SP വെങ്കടേഷ് സാറിൻ്റെ? വെങ്കടേഷ് യഥാർത്ഥത്തിൽ